അവരെഴുതിയ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഉടനീളം ഞാനിവിടെ വായിച്ചു. ഇതിലെവിടെയെങ്കിലും ഞാൻ ഈ പറഞ്ഞ നുണയാണെന്ന് നിങ്ങൾ ആർക്കെങ്കിലും വാദം ഉണ്ടെങ്കിൽ പരിശോധിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. പുസ്തകം വേണേ വന്നിട്ട് കാണാം, അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന പേജ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ കാണിച്ചു തരും. ഞാൻ എല്ലാവർക്കും വായിക്കാൻ. ഇനി പുസ്തകം തന്നെ ഒറിജിനൽ വേണേ അങ്ങനെ വായിക്കാം. ഞാൻ സ്ക്രീനിലൊന്നും കാണിക്കാത്തത് ഒറിജിനൽ തന്നെ വായിക്കാന്നുള്ള ഫോട്ടോസ്റ്റാറ്റ് പോലെ അപ്പുറം മാറ്റി വെച്ച് ഒറിജിനൽ പുസ്തകം എടുത്ത് വായിക്കുക. ഇതൊക്കെ തബ്ലീഗിന്റെ നേതാക്കൾ എഴുതി വിടുകയും ചെയ്യുക. ഇവരാണ് ഇതിന്റെ നേതാക്കൾ ആകുകയും ചെയ്യുന്നു എന്ന രീതിയിൽ അനുയായികളായ ആളുകൾ മൗലൂദ് ചെല്ലുമ്പോൾ സ്വാഭാവികമായും എന്താ സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ തവളന്റെ കഥയാണിത്. പച്ചവെള്ളത്തിലാണ് തവളയുള്ളത്. മെല്ലെ മെല്ലെ ചൂടാവും. ചൂട് നല്ലോണം ആകുമ്പോൾ പിന്നെ തവളക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല, കൈകാലുകൾ കുഴയും. എന്നതുപോലെ തബ്ലീഗ് മൂത്ത് വന്നാൽ ഇതൊക്കെ നിൽക്കും. അങ്ങനെയായിരിക്കും സംഭവിക്കുക. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നേതാക്കളെ പിന്തുടരുന്നത്? മൗലൂദ് ചെല്ലുന്ന, റാത്തീബ് ചെല്ലുന്ന, സർവം ചെല്ലുന്ന തബ്ലീഗുകാർ പിന്നെ എന്തിനാ അവരെ വേക്കി പോണത്? അവർ പറയുന്നത് ചെല്ലാൻ പാടില്ല, എന്നിട്ട് നമ്മൾ ചെല്ലുന്നു, എന്നിട്ട് അവരെ വേക്കിലും. ഒന്നും കൂടി ചിന്തിച്ച് നോക്കൂ. തബ്ലീഗിന്റെ നേതാക്കൾ പറയുന്നത് ചെല്ലരുത് കുറ്റമാണ്, ബിദ്അത്താണ്, ശിർക്കാണ്, അത് ക്രിസ്തു മതത്തിൽ നിന്ന് കടന്നു വന്നതാണ്. എന്നിട്ട് നമ്മളാകുന്ന തബ്ലീഗുകാർ ചെല്ലുന്നു, എന്നിട്ട് ഞങ്ങൾ അവരെ വേക്കി തന്നെ പോവുകയും ചെയ്യുന്നു. ഇതിന്റെ പേരിൽ വൈരുദ്ധ്യം എന്നല്ലേ? ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ഞങ്ങൾക്ക് അവിടെ പറയാനുള്ളത്. ഇതിന് തബ്ലീഗുകാർ എഴുന്നേറ്റ് വന്ന് പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തബ്ലീഗുകാർ വന്നിട്ട് എന്തെങ്കിലും ഒരു മറുപടി, ഞങ്ങൾ ആ പറഞ്ഞതാ ശരിയല്ല, ഈ പറഞ്ഞതാ ശരിയെന്ന് പറയുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പേര് മെഹബൂബ്, ഇവിടെ തന്നെയാണ്. സംശയിക്കേണ്ട അടിയുറച്ച സുന്നി പ്രവർത്തകൻ തന്നെയാണ്. എങ്കിലും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഉസ്താദിനോട് ചോദിക്കുക. ഉസ്താദ് നേരത്തെ കബറും പുറത്തുനിന്ന് ചൊല്ലുന്ന ദുആനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് തബ്ലീഗ് പ്രസ്ഥാനം പറയുന്നത് അത് മാത്രമേ ചെല്ലേണ്ടുള്ളൂ, അത് മാത്രമേ ചെല്ലാവൂ എന്ന ക്ലിപ്പ് ഇവിടെ കണ്ടു. പക്ഷേ ഒരുപാട് സുന്നി പ്രവർത്തകരും നമ്മളെ സുന്നി ആൾക്കാരും മരണപ്പെട്ട എത്രയോ കബറും മറവുന്ന സ്ഥലത്ത് ഈ വിനീതൻ സാക്ഷിയാണ്. അവിടെയൊക്കെ കാണുന്നതും ഈ ഒരു ദുആ മാത്രമാണ്, ഈ ഒരു ചടങ്ങ് മാത്രമാണ് പ്രധാനമായിട്ടും നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാർ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാണ് എൻ്റെ ഒരു അനുമാനം. അതൊന്നും ഉസ്താദ് ഒന്നും കൂടി നമ്മുടെ ആശയങ്ങൾക്ക് അനുകൂലമായ ഒരു കാര്യമാണോ അത്, അല്ലെങ്കിൽ തബ്ലീഗ് പറയുന്ന അത് തന്നെയാണോ വേണ്ടത് എന്നൊന്ന് ക്ലാരിറ്റി ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ പേര്? മെഹബൂബ്, നാട് 19 മൈൽ. അപ്പം എൻ്റെ വന്യ സുഹൃത്ത് മെഹബൂബ് സാഹിബ് 19 മൈൽ ചോദിച്ച ചോദ്യം വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. അതെൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചോദ്യമാണ്. സ്വാഭാവികമായും പല ആളുകളുടെയും മനസ്സിൽ ഈ ചോദ്യം ഉണ്ടാകും. അതിന് കാരണം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള സ്വഭാവം അങ്ങനെയായി എന്ന മെഹബൂബ് അനുമാനമാണെന്ന് പറഞ്ഞത് അനുമാനമല്ല. ആളുകളുടെ നിലപാട്, ആളുകളുടെ സ്വഭാവ രീതി അങ്ങനെയായി മാറിയിട്ടുണ്ട്. അതിനാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. കഴിഞ്ഞ മാസം വരെ 400 കൊല്ലം പഴക്കമുള്ള ഒരു പള്ളിയുടെ പരിസരത്ത് ഇന്നേ വരെ നടന്നു വന്നൊരു സ്വഭാവം കഴിഞ്ഞ മാസത്തിന് ഇപ്പുറം അത് മാറ്റി. തളിപ്പറമ്പിൽ ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയിരുന്നു, അതിന് വിശദീകരണം നൽകാൻ വേണ്ടി. അപ്പം അത്രയും പഴക്കമുള്ള ഒരു പാരമ്പര്യം അവിടെ വരെ മാറ്റിയത് നേരത്തെ തന്നെ നമ്മൾ 19 മൈലൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ട് എന്നായിരിക്കും നിങ്ങൾ പറഞ്ഞത്. അതായത് മയ്യത്ത് ഖബറിൽ വെച്ചാൽ അതിൻ്റെ മേലെ 3 പലകകൾ പാകിയാൽ മണ്ണ് വാരിയിടുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകൾ 3 വാരൽ വാരിയിടണം. ദൂരെ നിൽക്കുന്ന ആളുകൾ അത് വാരിയിടാൻ വേണ്ടി പ്രത്യേകം അവിടെ വരണമെന്നൊന്നുമില്ലല്ലോ. ഇവിടെ മാറിക്ക് ഞാൻ വന്നിടട്ടെ എന്ന് പറയൽ പ്രത്യേക സുന്നത്തൊന്നും ഇല്ല എന്നാണ് പ്രബലം. അങ്ങനെ വന്നാലും സുന്നത്തുണ്ട് എന്ന് പറയുന്ന ഇമാമുകളുണ്ട്. ഇരിക്കട്ടെ, ആ തർക്കത്തിലേക്കൊന്നും നമ്മൾ പോകണ്ട. അങ്ങനെ മണ്ണ് വാരി ഇട്ടതിന് ശേഷം മറമാടൽ പൂർണ്ണമായതിനു ശേഷം മറമാടൽ പൂർണ്ണമായതിനു ശേഷം തൽഖീൻ ചെല്ലണം. തൽഖീൻ ചെല്ലിയതിനു ശേഷം മയ്യത്തിന് ആളുകൾ പിരിഞ്ഞു പോകുന്ന സമയമാണ്. ആ സമയത്താണ് മലക്കുകൾ വരിക. മലക്കുകൾ വരുന്ന സമയത്ത് അവരോട് ചോദ്യം ചോദിക്കാനാ വരിക. മലക്കുകളുടെ ഭീതിജനകമായ വേഷം, വിധാനം, അവരുടെ ചോദ്യ സ്വരങ്ങൾ അതൊക്കെ കേടുമ്പോൾ സ്വാഭാവികമായും മയ്യത്ത് പേടിച്ചു പോകും. ആ സമയത്ത് മയ്യത്തിന് ചോദ്യത്തിന് ഉത്തരം പറയാൻ, പിടിച്ചു നിൽക്കാൻ, പതറിപ്പോകാതിരിക്കാൻ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ദുആർക്കണേ. സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ. ഇതാണ് തസ്ബീത്ത്. അപ്പോൾ മണ്ണ് വാരിയിട്ടു, തൽഖീൻ പൂർത്തിയായി, ശേഷം മയ്യത്തിന് വേണ്ടി ദുആരക്കുന്ന തസ്ബീത്ത്, മയ്യത്തിനെ പിടിച്ചു നിർത്തുക, അതിനുവേണ്ടി ദുആ കൊടുക്കാൻ നടത്താം.
മഹാനായ സഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തതും അങ്ങനെയാ മക്കളോട്. ഖദറമാ യുൻഹദുൽ ജസൂറുൻ വയുഖ്സമു ലഹ്മുഹാ, ഒരൊട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യാൻ എത്ര പീരീഡ് എടുക്കും, എത്ര സമയമെടുക്കും, അത്ര സമയം നിങ്ങൾ എൻ്റെ ഖബറിന്റെ അടുത്ത് നിൽക്കാതെ പോകല്ലേ എന്ന് അംർ ഇബ്നുൽ ആസിന്റെ വസിയത്ത് ഇമാം മുസ്ലിം ലോകത്ത് വിശ്രുതനായ ഇമാം മുസ്ലിം മാ അലൽ അർളി അസഹ്ഹ മിൻ കിതാബി മുസ്ലിം ബഅദ കിതാബില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുർആനിന് ശേഷം വളരെ പ്രഗൽഭമായ ഗ്രന്ഥം സഹീഹ് മുസ്ലിം എന്ന് മുസ്ലിം ലോകം രേഖപ്പെടുത്തിയ സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം അംർ ഇബ്നുൽ ആസ് എന്ന സഹാബിന്റെ വസിയത്ത് ഉദ്ധരിക്കുന്നു. ഇതാണ് അതിന്റെ രൂപം. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അപ്പൊ ഈ മയ്യത്ത് മണ്ണൊക്കെ മറവാടി മണ്ണ് പൂർത്തിയാകുന്നത് വരെ ആളുകൾ വെറുതെ നിൽക്കണ്ടല്ലോ. ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതിയാ നല്ലല്ലേ? അപ്പൊ ഫാത്തിഹ വിളിച്ച് ഖുർആൻ ഓതുക, യാസീൻ ഓതുക, തബാറക ഓതുക, റഅദ് ഓതുക, ഖുർആനിലെ മറ്റു സൂറത്തുകൾ ഓതൽ അത് മയ്യത്തിന് നല്ലതാണ്. എന്തുകൊണ്ട്? ഖബറും പുറത്തു വെച്ച ഈത്തപ്പന മടലിന്റെ തസ്ബീഹ് ഖബറാളിക്ക് ഉപകാരം ലഭിക്കുമെങ്കിൽ ഒരു മുഅ്മിനിന്റെ ഖുർആൻ കൊണ്ട് എന്തായാലും ഉപകാരം ലഭിക്കുമെന്നല്ലേ അവർ അതും ചൊല്ലും. അതാണ് മുസ്ലിം ലോകം ആചരിച്ചു വരുന്നത്. എന്നാൽ വഹാബിയത്ത് അതൊക്കെ മാറ്റിമറിച്ചു. അവരെന്ത് ചെയ്തു? തൽഖീനെ കൊന്നു. അത് ട്യൂഷനാ മയ്യത്തിന്. എന്തിനാ ട്യൂഷൻ കൊടുക്കണതെന്നാ ചോദിക്കല്. എന്നിട്ട് തൽഖീനെ കൊന്നു. എന്നിട്ടോ ഈ ഖുർആൻ ഓത്തിലും ഇവിടുന്ന് കൊല്ലണം. അതിന്റെ സ്ഥാനത്ത് അവിടെ അല്ലാഹുമ്മ സബ്ബിത്ഹു എന്ന് ചൊല്ലുക. ഇവിടെ ഈ ചൊല്ലൽ, ഈ ദിക്റുകൾ ഉണ്ടല്ലോ, ഈ വാചകങ്ങൾ ഒരൊറ്റയൊന്നും ഹദീസിൽ വന്ന വാചകമൊന്നും അല്ല. ഒരൊറ്റ ഹദീസിലും കാണാൻ സാധ്യമല്ല എന്ന് വിചാരിച്ച് ദ്വാരക്കുന്നൊക്കെ ഹദീസിൽ വരണമെന്നൊന്നല്ലേ വരണത്. ഇതിങ്ങനെ ചൊല്ലുന്ന കേൾക്കുമ്പോൾ വിചാരിക്കും വഹാബികൾ ഹദീസിൽ വന്നല്ലേ ചൊല്ലുള്ളൂ. ഹയ്യും കയ്യൂമൻ ഹൂ ഹല്ലാ എന്നൊക്കെ പറഞ്ഞ് ദിക്റിനെ പരിഹസിക്കുന്നവരായി വരും. ഹദീസിൽ വന്നിട്ടില്ല എന്നാ. എന്നാൽ വഹാബികളുടെ നിലപാട് പ്രകാരം ഇത് ചെല്ലാൻ പാടില്ല. കാരണം ഇത് ഹദീസിൽ വന്ന ദിക്റല്ല. ഇവിടെ ഇത് ചെല്ലേണ്ട സമയവുമല്ല. മയ്യത്തിനു വേണ്ടി ദ്വാരക്കുകയാണ് വേണ്ടത്. ആ ദ്വായിൽ നിങ്ങൾ ചൊല്ലുന്ന തസ്ബീത്തുമാവാം. ആ ദുആ വേണ്ടത് തൽഖീനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വേണ്ടത്. അതാണ് പണ്ട് കാലമൊക്കെ ചെയ്യല്. ഇന്നത് മാറി വന്നു. അറിയാതെ നമ്മളെ ആളുകൾ അതിൽ പെട്ടു. മയ്യത്തങ്ങ് വെച്ച് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളറിയാം, ഈ അടുത്ത് ഞാൻ നാടും പേരൊക്കെ പറഞ്ഞാൽ അവർക്ക് മോശമാവും. അന്താക്കിയക്കാരെ പറ്റി ഖുർആൻ ഇറങ്ങിയപ്പോൾ അന്താക്കിയക്കാർക്ക് മോശമായിട്ടില്ലേ? മയ്യത്ത് കൊണ്ടുപോയിട്ട് ഏതാണ്ട് പള്ളിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ തുടങ്ങണം അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. എൻ്റെ കൊതേരി ഉസ്താദ് അബ്ദുൾ ഫൈസിയും സാക്ഷിയായിരിക്കും. ഞങ്ങളൊരു സുഹൃത്തിൻ്റെ ബാപ്പ മരണപ്പെട്ടപ്പോൾ പോയതാ. മയ്യത്ത് ഒരുപാട് പോകാനുണ്ട് മറവ് ചെയ്യാൻ പള്ളിൻ്റെ അടുത്ത്. ഇപ്പോൾ 19-ാം മൈലുള്ളവർ പാലോട്ടുള്ളിലല്ലേ കൊണ്ടുപോവാ. നടന്ന് കുറേ ലായിലാളി നെല്ലിപ്പം അടുത്തപ്പോൾ പിന്നെ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അവിടെയും തുടങ്ങി. മനസ്സിലായിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലും തുടങ്ങും. കാരണം ഈ ലായിലാലെന്ന് എങ്ങനെയെങ്കിലും നിർത്തിക്കണം എന്ന് വഹാബിയൊക്കെ ഉണ്ടാവും. അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് പൊന്നു സുഹൃത്തിനോട് പറയാം, എൻ്റെ പ്രിയപ്പെട്ട മെഹബൂബ് എന്ന സുഹൃത്തും തുല്യരായ ചിന്തക്കാരായ മറ്റാളുകളോട് പറയാം, ശരിക്കും അവിടെ വേണ്ടത് മയ്യത്തിനെ ഖബറിൽ വെച്ചതിന് ശേഷം മൂടുക വല വാരി മണ്ണ് വാരിട്ടതിന് ശേഷം അത്രയും പീരീഡ് ഖുർആൻ കൊണ്ടോ ദിക്ർ കൊണ്ടോ നമുക്ക് ശുഗലാവാം. അങ്ങനെ മയ്യത്ത് മറവാടി പൂർത്തിയായതിനു ശേഷം മയ്യത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുക. അബൂ ഉമാമത്തുൽ ബാഹിലിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന തൽഖീന്റെ വാചകം പോലും വന്നിട്ടുണ്ട്. അത് ഓർമ്മ ഉണ്ടാവില്ല, എപ്പോഴും തൽഖീൻ ചൊല്ലുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മൊല്ലാക്ക് ചിലപ്പോൾ കടലാസിൽ എടുത്തു വരും. അതിന് കുറ്റമൊന്നുമില്ല. ഖുർആൻ കടലാസ് നോക്കിയൊന്നുമില്ലേ, അതിന് കൂലി കൂടുതലല്ലേ കിട്ടുക, അറിയെങ്കിലും കൂലി കൂടുതൽ കിട്ടും എന്നതുപോലെ. അങ്ങനെ തൽഖീൻ കഴിഞ്ഞതിന് ശേഷം മയ്യത്തിന് ദുആ എടുക്കണം. ആ ദുആന്റെ വാങ്ങാണ് നിങ്ങൾ ചൊല്ലുന്ന അല്ലാഹുമ്മ സബ്ബിത്ഹു. ചെല്ലിയാലോ ദുആ. പക്ഷെ അതന്നെ പറയണമെന്നൊന്നുമില്ല. മനസ്സിലായി പറഞ്ഞത്? നിങ്ങൾ എൻ്റെ മറുപടിയെ സംതൃപ്തനല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോളം പറയാം, തീർത്തിട്ടേ നിങ്ങൾ പോകണ്ടുള്ളൂ. ഇതിന്റെ തുടർച്ച തന്നെയാണ്. പിന്നെ അതായത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓക്കെ, അല്ലെങ്കിൽ ഇത് തീർത്തിട്ടേ പോകാവൂ. അല്ല, എനിക്ക് സംശയമൊന്നുമില്ല. എനിക്കത് എൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഇപ്പോൾ പിന്നെ സുന്നി പ്രസ്ഥാനത്തിന്റെ കീഴിൽ, നമ്മളെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ തന്നെ ഇറങ്ങുന്ന ബുക്കുകളിൽ ഇവിടെ മറ്റു പലരും ശ്രദ്ധിച്ച് എന്നോട് ഇപ്പോൾ ഉണർത്തിയിട്ടുണ്ട്. ആ ബുക്കുകളിൽ പോലും ഈ തസ്ബീത്ത് മാത്രമാണ് ഖബറും പുറത്ത് ചെല്ലുന്നതായിട്ട് കാണിക്കുന്നത്. ഈ തസ്ബീത്ത് പ്രധാനപ്പെട്ട, അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാർ അവർ എഴുതിക്കൊണ്ടുവരുന്നത് ഈ തസ്ബീത്ത് മാത്രമാണ്. അത് ഈ തബ്ലീഗിന്റെ ഈ ആശയത്തോട് നമ്മൾ എന്തിനാണ് ഫോളോ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ സുന്നി ഉസ്താദ് പണ്ഡിതന്മാർക്ക് ഇതിനൊരു ബോധവൽക്കരണം നടത്തിക്കൂടെ എന്നാണ്. ഇതോടുകൂടെ എൻ്റെ സംശയം, ഈ കാര്യത്തിലുള്ള സംശയം പൂർത്തിയാവും. ഉസ്താദിന്റെ ഇതും കൂടി തീർന്നാൽ മെഹബൂബിന് സുന്നസം ക്ലാരിറ്റി കൂടി വന്ന് മനസ്സിലാകുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഉസ്താദ് എഴുതിക്കൊണ്ടിരുന്നത് തസ്ബീത്തല്ല തൽഖീനാണ്. തസ്ബീത്ത് ഉസ്താദിനെ കാണാണ്ടറിയാം, കാരണം ബുക്കിലെല്ലാം എഴുതിയതുകൊണ്ട്. ഉസ്താദ് ഖബറും പുറത്തേക്ക് ചെല്ലാൻ എഴുതിക്കൊണ്ടിരുന്നത് തൽഖീനാണ്. തൽഖീൻ കുറേ ഉണ്ട്. ചില ആളുകൾ
മനപ്പാടമാക്കിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മനപ്പാടമാക്കിയാൽ തന്നെ സ്ഥിരം ഉപയോഗിക്കുന്നതല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മറന്നുപോകും അങ്ങനെ ആളുകൾ. എന്നാൽ കാണാതെ ചെല്ലുന്ന എത്രയോ ആളുകളും വേറെയുണ്ട്. എന്നാൽ നമ്മളിവിടെ പറഞ്ഞത് മയ്യത്തിന് വേണ്ടി ദുആരക്കുക എന്നതാണ് തസ്ബീത്ത്. ഫസലൂലഹു തസബ്ബുത്ത്. മയ്യത്തിന് ചോദ്യ സമയത്ത് പതറാതിരിക്കാൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ദുആ. ആ ദുആയിൽ അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ അൽഹിമുൽ ജവാബ് ജാഫൽ ഖബറാൻ ജംബി അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹ്മഹു എന്ന് ദുആയിരുന്നാലും ആ ദുആയിൽ പെടുത്താം എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം വിഷയം. ഇത് മയ്യത്തിന് വേണ്ടി ഒരു ദുആയാണ്. ഈ ദുആ ഹദീസിൽ വന്ന ദുആയൊന്നുമല്ല. തബ്ലീഗുകാരല്ല, വഹാബികൾ എല്ലാവരും മുജാഹിദുകളൊക്കെ ചെല്ലുന്ന മുജാഹിദുകളാണ് ഇതിന്റെ സ്ഥാപകർ. ഇത് ഹദീസിൽ വന്നതല്ല, ഒരൊറ്റ ഹദീസിലും ഇതില്ല. എന്നാൽ ഹദീസിൽ വന്നതേ ദിക്റും ദുആവും ആകാവൂ എന്ന് വാദിക്കുന്ന വഹാബികൾക്ക് ഇത് ചെല്ലാൻ പാടില്ല. നേരെ മറിച്ച് മയ്യത്തിന് വേണ്ടിയുള്ള ദുആയിൽ ഇത് പെടുത്താം എന്ന നിലക്ക് മയ്യത്തിന്റെ ഒരു ദുആ ആയിട്ട് വേണം ഇതിനെ പെടുത്താം. ആ ഭാഗമായി അതിനെ ചേർക്കാം. മയ്യത്തിന് വേണ്ടി ദ്വാരക്കൽ, അതിനെ ദ്വാരക്കേണ്ട സമയം ദഫനൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ വാചകം ചെല്ലൽ കുറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ശരിക്കും ശ്രദ്ധിക്കണം. ഒന്നും കൂടി പറയാം, ഈ വാചകങ്ങൾ ഹദീസിൽ വന്നതല്ല, ഒരു ഹദീസിലും അങ്ങനെ ഇല്ല. ഹദീസിൽ വന്നതേ ദിക്റും ദുആവും ആകാവൂ എന്ന് വാദിക്കുന്ന വഹാബികൾക്ക് ഇത് ചെല്ലാൻ തെളിവില്ല. രണ്ടാമത്തത്, ഇത് മയ്യത്തിന് വേണ്ടിയുള്ള ദുആഇന്റെ ഭാഗമാണ്. കാരണം ഇതിലുടനീളം ദുആയാണ്. മയ്യത്തിന് വേണ്ടി ദുആ ഇരിക്കണം. എപ്പോഴാണ് ദുആ ചെയ്യേണ്ടത്? ബഅദ തമാമി ദഫൻ, ദഫനൊക്കെ കഴിഞ്ഞ് തൽഖീനൊക്കെ കഴിഞ്ഞിട്ടാണ് മയ്യത്തിന് വേണ്ടി ദുആ ഇരിക്കലുള്ളത്. ആ ദുആഇന്റെ ഭാഗമാണത്. അവിടെ ഇതും ചെല്ലാമെന്ന അർത്ഥത്തിൽ നാട്ടാചാരത്തിൽ വ്യാപകമായുള്ളത് കൊണ്ടായിരിക്കണം അത്തരം കുറിപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അടുത്തത് കഴിഞ്ഞ മുസ്ലിമായ ഒരു വ്യക്തിയുടെ പെണ്ണിൽ വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുമോ ഇല്ലേ? മുസ്ലിമായ ഒരു വ്യക്തിയുടെ പിറകിൽ തുടർന്ന് നിസ്കരിച്ചാൽ ശരിയാകുമോ ഇല്ലേ എന്ന ചോദ്യം. അതാ ചോദ്യം. ചോദ്യകർത്താവിന്റെ പേര് നൗഫല് പറമ്പിൽ. അപ്പോ മുസ്ലിമായ ഒരാള് സാധാരണ രീതിയിൽ തുടരപ്പെടാൻ ഒരു ഇമാമിന് ഒരുപാട് യോഗ്യതകൾ വെക്കണം. ആ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ തുടർന്നാൽ ശരിയാകും. ഒരുപാട് യോഗ്യതകളുണ്ട്. ഇപ്പൊ ഇമാമിന്റെ വസ്ത്രത്തിന്റെ നേരെ പിറകിൽ ഒരു നജസ് കണ്ടു, ആ ഇമാമിനെ തുടരാൻ പറ്റുമോ? തുടരാൻ പറ്റൂല. അപ്പൊ തുടരപ്പെടാൻ ഇമാമാകുന്നതിന് ഒരുപാട് ഷർത്തുകളുണ്ട്. അപ്പൊ ഒരാളോട് തുടരണമെങ്കിൽ തുടരപ്പെടുന്നതിന്റെ ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ ഉണ്ടായാൽ തുടർന്നാൽ ശരിയാകും. എന്നാൽ ആ തുടരപ്പെടുന്നത് ശരിയാകുമ്പോൾ തന്നെ തുടരൽ കറാഹത്തായ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഇമാമ് തുടർന്നാൽ ശരിയാകുകയും ചെയ്യും, പക്ഷെ തുടരൽ കറാഹത്താണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ കറാഹത്തുകളൊന്നും ഇല്ല, യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ഒരാളോട് തുടർന്ന് ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ഇരട്ടി കൂലി കിട്ടും. അപ്പൊ സ്വാഭാവികമായും അത് ഏതാണ് എന്ന് സഹോദരൻ ചോദിച്ച സ്ഥിതിക്ക് അത് പറയുകയാണ്. അപ്പൊ ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി പറയുകയാണ്, ശ്രോതാക്കളോട് പറയുകയാണ്, പൊതുവായി പറയുകയാണ്, നമ്മളിവിടെ വളരെ സന്തോഷകരമായ രീതിയിൽ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ഒരു പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുകയും അതിൻ്റെ പിഴച്ച വാദഗതികൾ പറയുമ്പോൾ അത് ചോദിച്ച് ക്ലിയറാക്കാനുള്ള ഒരു അവസരം എന്ന നിലക്കാണ് ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. മറിച്ച് വൈകാരികമായി ആരും ഇവിടെ പെരുമാറാൻ പാടില്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. കേട്ടോളൂ. വശൂരിത്തലി ഖുദുവ ഫത്ഹുൽ മുഈൻ. ചോദ്യം ഒരു വാക്കും ഉത്തരം കുറേ ആവേണ്ടി വരും. കാരണം 7 കാരണം ഒരു വാക്കിൽ പറയാൻ കഴിയില്ലല്ലോ. 7 കാര്യങ്ങളാണ്, എത്രയോ പേജുകളിൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഇത്തിരി പരത്തി പറയാ എന്നത് സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് പറയുകയാണ്, നിയ്യത്തുക്തിദാഇൻ ഔ ജമാഅത്തിൻ മഅ തഹർറുമിൻ. ഒന്നാമത്തെ ശർത്ത് സഹോദരന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇമാമിനോട് തുടരുന്നോ അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നോ എന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെ നിയ്യത്ത് ചെയ്യണമെന്നത് ഒന്നാമത്തെ ശർത്താണ്. രണ്ടാമത്തത് ശ്രദ്ധിച്ചോളൂ, അദമു തഖദ്ദുമിൻ അലാ ഇമാമിൻ ബിഅഖിബിൻ. ഇമാമിനേക്കാളും മടമ്പുകാല് കൊണ്ട് മുന്താതിരിക്കണം. ഇമാമിനേക്കാളും മടമ്പുകാല് കൊണ്ട് മുന്താതിരിക്കണം. ഇമാമിനോട് സമമാവുകയോ അല്ലെങ്കിൽ ഇമാമിന്റെ പിറകിൽ നിൽക്കുകയോ ആവാം. ഇമാമിനേക്കാൾ മുന്താൻ പാടില്ല. അത് തുടരുന്നതിന്റെ മറ്റൊരു ശർത്താണ്. മറ്റൊന്ന് ഇമാമിന്റെ ചലനങ്ങൾ, അദ്ദേഹത്തിന്റെ പോക്ക് വരവുകൾ, റുക്കൂയിലേക്ക് പോകല്, മറ്റതൊക്കെ മഅ്മൂം അറിയണം. അതുപോലെ മറ്റൊന്ന്, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് ബിമക്കാനിൻ, ഒരു സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടണം. ഒരാൾ പത്തമ്പേലും ഒരാൾ ഇവിടെയും ലൈൻ കണക്ഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ 2 ബിൽഡിങ്ങിലായിട്ട് കൊണ്ട് തുടർന്ന് ശരിയാവുകയില്ല.
ഒരു പള്ളിയിൽ തന്നെ 2 നിലകളിലാകുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് മുവാഫഖത്തും ഫീ സുനനിൻ തഫ്ഹുശു മുഖാലഫത്തും ഫീഹാ, ഇമാമിന്റെ തുടരൽ ശരിയാകാൻ ഉള്ള നിബന്ധനകളാണ്. ഇമാമിനോട് സുന്നത്തുകളിലൊക്കെ യോജിക്കണം. വിയോജിപ്പ് നിസ്കാരത്തിൽ ഭംഗം വരുത്തുന്ന രീതിയിലുള്ള വിയോജിപ്പുകൾ സുന്നത്തിലാണെങ്കിലും പാടില്ല. ഉദാഹരണത്തിന് ഇമാം റബ്ബിഗ്ഫിർലി വർഹംനി എന്ന് ചൊല്ലി മഅ്മൂം അത് ചൊല്ലിയിട്ടില്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതേ സ്ഥാനത്ത് ഇമാമിനോട് ആ സുന്നത്തിൽ തുടരാതിരുന്നാൽ അവർ തമ്മിൽ ഒരുപാട് അകൽച്ച വരുന്ന രീതിയിൽ, മോശം വരുന്ന രീതിയിലുള്ള സുന്നത്തുകളാണെങ്കിൽ ആ സുന്നത്തുകളിലും ഇമാമിനോട് തുടരണം. ഇനി മറ്റൊന്ന് അദമു തഖല്ലുഫിൻ അൻ ഇമാമിൻ ബി റുക്നൈനി ഫീലിയൈനി ബിലാ ഉദ്രിൻ, കാരണമില്ലാതെ ഇമാമിനെ തൊട്ട് ഫീലിയായ 2 റുക്കിനെ തൊട്ട് ഫീലിയായ റുക്കിൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഫാത്തിഹ, അത് ഫീലിയല്ല, അത് റുക്കൂ, അത് ഫീലിയാണ്. ഒന്ന് കൗലിയാണ്, ഫാത്തിഹ കൗലിയ ചൊല്ലുന്നതാണ്. ഫീലിയായ 2 ഫർദ് കൊണ്ട് ഇമാമിനേക്കാൾ പിന്താൻ പാടില്ല ബിലാ ഉദ്രിൻ, കാരണമൊന്നുമില്ലെങ്കിൽ. കാരണം ഉണ്ടെങ്കിൽ 3-ലധികം പിന്താനും പാടില്ല. ഇത് തുടരലിന്റെ മറ്റൊരു ഷർത്താണ്. ഇത്രയും കാര്യങ്ങൾ ഇമാമിനോട് തുടർന്നാൽ ജമാഅത്ത് ശരിയാകാനുള്ള ഷർത്തായി ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈനിൽ പറയുകയാണ്. ഇത്രയും ഷർത്തുകൾ പാലിച്ചുകൊണ്ട് ജമാഅത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുന്നാണ് ഉസ്താദ് പറയുന്നത്. ആണ്, പിന്നെന്താ ചോദിക്കണം, ആണ്. അപ്പോൾ മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ ആയ വ്യക്തിയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുമോ ഇല്ലേ? ഇതിപ്പോ നിങ്ങൾ ചോദിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാ ചോദിക്കണമെന്നുള്ളത്. ഞാൻ അത് ആദ്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് തുടരൽ ശരിയായി എന്നതുകൊണ്ട് മാത്രം എല്ലാ ഷർത്തും എല്ലാ സുന്നത്തുകളും എല്ലാം പാലിച്ചതല്ല. ശരിക്കും ശ്രദ്ധിക്കുക. ഒരു മുജാഹിദിന്റെ പിറകിൽ, ഒരു തബ്ലീഗിന്റെ പിറകിൽ ഒരാൾ തുടർ നിസ്കരിച്ചാൽ ആ തുടരൽ ശരിയാണ്. അതേ സ്ഥാനത്ത് മുജാഹിദിനോട് തിരിച്ചു ചോദിക്കാനുണ്ട്. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുശ്രിക്കാണ്, ഇമാമ് മുസ്ലിം ആകണം, കാഫറിനോട് തുടരാൻ പാടില്ല. നമ്മൾ ഇസ്തിഗാസ ചെയ്യുന്നുണ്ട്, മൗലിദ് കഴിക്കുന്നുണ്ട്, ഖബറിന്റെ അടുത്ത് പോകുന്നുണ്ട്, അവരെ വിളിച്ചെടുത്ത് നമ്മൾ മുശ്രിക്കാന്നാണ് അവർ പറയുന്നത്. അപ്പൊ മുശ്രിക്കിനോട് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് അവരോട് ചോദിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ഒരു ബിദ്അത്തിന്റെ കക്ഷിയാണ്, കറകളഞ്ഞ മുബ്തദീകളാണ്. തബ്ലീഗ് അവർ മുബ്തദീകളാണ്, കറകളഞ്ഞ മുബ്തദീകളാണ്. അതുകൊണ്ട് തന്നെ മുബ്തദീകളോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുന്നതാണ്. നേരെ മറിച്ച് മുബ്തദീനോട് തുടരൽ കറാഹത്താണ്. നിസ്കാരം ശരിയാകും, തുടരൽ ശരിയാകും, പക്ഷെ അത് കറാഹത്താണ്. നിസ്കാരം ശരിയാകും, തുടരൽ ശരിയാകും, പക്ഷെ ആ തുടരൽ കറാഹത്താണ്. അതും നമ്മുടെ ഇമാമുകൾ വളരെ കൃത്യമായി അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ സാധാരണ മുജാഹിദിനോടും തബ്ലീഗിനും തുടർ നിസ്കരിച്ച കുഴപ്പമില്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. എന്തായാലും പ്രതിഫലം കിട്ടും ജമാഅത്തിന്റെ. ഇനി ഞാൻ കൂടി പറയാം. ഇപ്പൊ 2 ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ചോദ്യം ഒന്നും കൂടി ആവർത്തിച്ചു. മുജാഹിദിനോടും ജമാഅത്തിനോടും തുടരാമെന്നാണോ ഉസ്താദ് പറയുന്നത്? തുടരൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ തുടരൽ ശരിയാണ്, തുടരൽ ശരിയാണ്. നമ്മുടെ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ പറയുകയാണ്. ഞാൻ നേരത്തെ പാടിയ ബെയ്ത്ത് നിന്നുപോയി എന്ന് പറഞ്ഞില്ലേ, സ്വാഭാവികമായിട്ട് ഓർമ്മ പണ്ടെപ്പോഴോ 10-15 കൊല്ലം മുമ്പ് പഠിച്ചതാ. ആ ബെയ്ത്ത് നിന്നുപോയി എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇകറ്റിയെടുക്കാൻ വേണ്ടി ചിന്തിച്ചതാണ്. مع المساواة أو التخلف وعلم مأموم بانتقال توافق النظمين في الأفعال. അപ്പോൾ ഈ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് തുടർന്നാൽ തുടരൽ ശരിയാണ്. അതേ സ്ഥാനത്ത് തുടരൽ കറാഹത്താണ്. മുബ്തദിയായ ഇമാമാണെങ്കിൽ തുടരൽ കറാഹത്താണ്. അങ്ങനെ കറാഹത്തായിരിക്കെ തുടർന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി കിട്ടുമോ എന്നാണ് അടുത്ത ചോദ്യം. ഒരു മസ്അലാപരമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ അടക്കം ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥമായ ഫത്ഹുൽ മുഈൻ അടക്കം ഷാഫി മദ്ഹബിൽ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നു, ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒരു കറാഹത്തുണ്ടെങ്കിൽ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒരു കറാഹത്തുണ്ടെങ്കിൽ ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. അത് ശാഖാപരമായ ഒരു മസ്അല പ്രശ്നമാണ്. തബ്ലീഗുകാരുമായി അടികയ്യേണ്ട, സംവാദത്തിൽ സംവദിക്കേണ്ട വിഷയമല്ല. മറിച്ച് ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒരു കറാഹത്താണ് മുബ്തദീനെ തുടരുക എന്നത്. അങ്ങനെ മുബ്തദീനെ തുടർന്നാൽ ആ തുടരൽ ശരിയാണ്, പക്ഷെ ജമാഅത്തിന്റെ കൂലി ലഭ്യമല്ല. സ്വാഭാവികമായിട്ടും കേരളത്തിലെല്ലാം മുബ്തദീകളും സുന്നികളെ കാഫിറുകളാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിമിനെ കാഫിറാക്കുവാൻ തിരിച്ചും കാഫിറല്ല ഉസ്താദെ. അപ്പോൾ എങ്ങനെയാണ് ജമാഅത്തെ തുടരുക? അടുത്തൊരു ചോദ്യമാണ്. തബ്ലീഗുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല. അദ്ദേഹം പിന്നെയും തുടരലിന്റെ മസലകൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ആയിക്കോട്ടെ, എന്നാലും ചെറിയൊരു വിഷയം ഇതിലേക്ക് ബന്ധപ്പെടുത്തി കൊണ്ടുവരാം. അതായത് സുന്നികളെ
കേരളത്തിലുള്ള മുജാഹിദുകൾ, ഇവിടെ ഒരു സുന്നി ആദർശവേദിയാണ്, ഇപ്പൊ മുജാഹിദിൻ്റെതായതുകൊണ്ടും പറയാം, സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകളും സുന്നികളെ കാഫിറാക്കുന്നുണ്ട്. അപ്പൊ കാഫിറാക്കുന്ന ഒരു മുസ്ലിമിനെ കാഫിറാക്കിയവൻ കാഫിറല്ലേ? അപ്പോൾ അവർ കാഫിറല്ലേ? അപ്പോൾ അവരെ തുടരാൻ പാടില്ലല്ലോ, കാഫിറിനെ തുടരാൻ പാടില്ലല്ലോ എന്നാണ് ഇപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളെ കാഫിറാക്കിയാൽ എപ്പോഴാണ് കാഫിറാവുക? വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് വിഷയം. ഈ ചോദ്യങ്ങളൊക്കെ സമസ്തയുടെ മുമ്പിൽ, നമ്മുടെ ആലിമീങ്ങളുടെ മുമ്പിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ ചോദ്യമൊന്നുമല്ല. ഇവിടുത്തെ മുബ്തദീങ്ങളായ വഹാബികളെ സംബന്ധിച്ച് അവരെന്താണ്, മുബ്തദീകളാണോ കാഫിറാണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഇതിന് മറുപടി പറയാൻ അഷ്ട ഉലമാ ശിരോമണി കോൺഫറൻസ് എന്ന് പറയുന്ന 8 ആലിമീങ്ങൾ വളരെ സുദീർഘമായി ഓരോ വാദത്തിലെ വരികളും എടുത്ത് പരിശോധിച്ച് നോക്കിയ വലിയൊരു കോൺഫറൻസ് നടത്തിയിരുന്നു. ആ കോൺഫറൻസിന് ശേഷമാണ് സമസ്ത പറഞ്ഞത്, മുജാഹിദുകളും ജമാഅത്തുകാരും തബ്ലീഗുകാരും കറകളഞ്ഞ മുബ്തദീകളാണ്, നോട്ട് കാഫിർ. അവർ കാഫിറല്ല, മുബ്തദിയാണ്. എന്തുകൊണ്ട്? ഈ ചോദ്യകർത്താവ് ചോദിച്ചൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ, ഒരാളെ കാഫിർ എന്ന് വിളിച്ചാൽ കാഫിറാവൂലേ? ഒരാളെ അല്ല വിളിച്ചത്, ഒരാളെയല്ല. ഇനി പഴുതിന്റെ ഒരാളെ കാഫിർ എന്ന് വിളിക്കുമ്പോൾ ആ വാക്കിനെ ഏതെങ്കിലും രീതിയിൽ തഅ്വീൽ കൊണ്ട്, വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ കുഫർ അയാളിലേക്ക് മടങ്ങൂല, അയാളെ കാഫിർ എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് തഅ്വീൽ ഇല്ലാത്ത വിധം, തഅ്വീൽ ചെയ്യാൻ പറ്റാത്ത വിധം പറഞ്ഞാൽ, അതൊരാളെ പ്രത്യേകമാക്കി എടുത്ത് പറഞ്ഞാലാണ് ആ പറഞ്ഞവൻ കാഫിറാവുക. അതിവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ ഉദ്ധരിച്ച ഉദ്ധരണികളൊക്കെ ഓരോ തഅ്വീലിന്റെ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞത് മുഴുവനും തെറ്റാണ്. ആ പറയുക മൂലം അവർ ബിദ്അത്തിൽ നിബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ പറ്റി കാഫിറാണെന്ന കുഫർ അവരിലേക്ക് മടങ്ങൂല. അതുകൊണ്ട് തന്നെ അവർ മുബ്തദീകളാണ്. അവർ തുടർന്നാൽ ശരിയാകുന്നതാണ് തുടരൽ. അതോടൊപ്പം ജമാഅത്തിന്റെ കൂലി ലഭ്യമല്ല. അള്ളാഹു കളവ് പറയുമെന്ന് ഇവർ വാദിക്കുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? തബ്ലീഗിന്റെ ഒരു പുസ്തകമാണ് തഹ്ദീറുൻ നാസ് എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം വിഷയം. തബ്ലീഗ് പിഴക്കാൻ നിരവധി കാരണങ്ങൾ ഞാനിവിടെ വായിച്ചു. ഈ ഒരൊറ്റ കാരണത്തെ പറ്റിയും ഗണിച്ച് ഒരൊറ്റ ചോദ്യം ഇവിടെ വന്നിട്ടില്ല. ഇത് സ്ഥിരീകരിച്ചു എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ സദസ്സ് തുടരുന്നതിന്റെ ചേർത്തും ജമാഅത്തിന്റെ നിയമങ്ങളൊക്കെ ഇവിടെ ചോദ്യം വരുന്നുള്ളൂ. ഞാൻ ഈ ഉദ്ധരിച്ച ഒരൊറ്റ പോയിന്റിനെയും ഒരു തബ്ലീഗുകാരനെ ഗണ്ണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാൻ ചോദിക്കുമെന്ന്. ഇനി അടുത്തത്, ഈ തഹ്ദീറുൻ നാസ് എന്ന പുസ്തകത്തിൽ അള്ളാഹു കളവ് പറയുന്നു പറഞ്ഞൊന്നല്ല, അള്ളാഹുവിന് കളവ് ഇംകാനാണ് എന്ന് പറയുന്ന ഒരു വാദം ഇതിലുണ്ട്. കളവ് ഇംകാനാകുക എന്ന് പറഞ്ഞാൽ കളവ് പറയാന്നല്ല, അത് പാടില്ല. അള്ളാഹു തആലക്ക് മുസ്തഹീലായ സിഫത്താണ് കദിബ്, ഇല്ലേ? ജായിസായ സിഫത്ത് 1, മുസ്തഹീലായ സിഫത്ത് 20, വാജിബായ സിഫത്ത് 20. എന്നാൽ അള്ളാഹുവിന് ജായിസാണ് കളവ് പറയൽ എന്ന് ഈ പുസ്തകത്തിൽ സ്കലിച്ചു പോയിട്ടുണ്ട്. അത് തബ്ലീഗിന്റെ ഒരു തെറ്റാണ്. പക്ഷെ ഞാൻ അതൊന്നും ഉദ്ധരിച്ചിട്ടില്ല. അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. പച്ച മലയാളത്തിൽ വന്ന് തന്നെ വായിക്കാൻ വളരെ കാണും. അള്ളാഹു കളവ് പറയൂന്ന് പറഞ്ഞതല്ല, അള്ളാഹുവിന് കളവ് ജായിസാണ്, കളവ് പറയാം. ഇവർ 40 ദിവസം ഇരിക്കുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടുവരുന്നുണ്ട്. അത് എന്താണ് അതിനൊരു കുഴപ്പം? പള്ളിയിൽ വന്നിരുന്ന് എത്തിപ്പാക്കി 40 ദിവസം ഇവർ വന്ന് ഇരിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ വന്നിട്ട്. അതിനെന്താണ് കുഴപ്പം? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇത്രയും തബ്ലീഗിന് അവർ സംഭവിച്ച ഒരുപാട് ആശയവൈകല്യങ്ങൾ മലയാളത്തിലും ഈ അടുത്തിറങ്ങിയതും, പഴയ കാലത്ത് ഇറങ്ങിപ്പോയി തെറ്റ് സംഭവിച്ചു പോയി എന്നൊന്നുമല്ല, അതിനെ പിന്നെയും ന്യായീകരിച്ച് വ്യാഖ്യാനിച്ച് ഉദ്ധരിക്കുന്ന ഒരുപാട് പിഴവുകൾ പറയുന്നു. ഈ പ്രസ്ഥാനം പിഴച്ചതാണെന്ന് വളരെ കൃത്യമായി ഈ രേഖകൾ കൊണ്ട് തന്നെ തെളിയുന്നതാണ്. എന്നിട്ട് പിന്നെ അതിന് 40 ഇരിക്കുന്ന അതിന് എന്ത് പ്രസക്തിയുള്ള ചോദ്യത്തിന് ചോദ്യകർത്താവ് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഇത്രയും പ്രസംഗിച്ചാൽ പറഞ്ഞു ഒരാൾ 40 ദിവസം പള്ളിയിൽ വന്നിരിക്കൽ കുഴപ്പമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അതിൽ കുഴപ്പം വരൂ എങ്ങനെയാണെന്നറിയോ? ഒരു തബ്ലീഗുകാരൻ്റെ കൂടെ 40 ദിവസം നടന്നാൽ സ്വാഭാവികമായും തബ്ലീഗിന്റെ ആശയമുള്ള അയാളാണെങ്കിൽ മെല്ലെ തവളക്ക് വെള്ളം ചൂടാക്കിയില്ലേ, അതുപോലെ വെള്ളം ചൂടായിട്ട് അവൻ കെണിഞ്ഞു പോകും. അങ്ങനെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ആരാണെങ്കിൽ കൂടെ നടക്കുന്ന ആള് ഈ ആശയം ഉൾക്കൊള്ളുന്ന ആളാണെങ്കിൽ. അല്ലാതെ 40 ദിവസം പള്ളിയിൽ ഈത്തിക്കാഫിരിക്കൽ കൂലി കിട്ടുന്നതാണ്. 400 ദിവസം ഇരിക്കണോ? 40 ദിവസത്തിന് പ്രത്യേകിച്ച് തഖ്സീസൊന്നുമില്ല. ഇനി 40 ദിവസം ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകം കുറ്റമൊന്നുമില്ല. ഇതിന് 40 ദിവസം ഈത്തിക്കാഫിരുന്നാൽ കൂലി ലഭ്യമാണ്. അതല്ല ഇവിടെ വിഷയം, അതിവിടെ വിഷയമല്ല. 40 ദിവസം പള്ളിയിൽ ഈത്തിക്കാഫിരിക്കാന്നുള്ള ഇവിടെ ചർച്ചയാ. ഞങ്ങൾ പറയുന്നു കേരളക്കരയിലുള്ള ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്.
ആ തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണ് എന്ന് പറയേണ്ട സാഹചര്യം എന്താ? തബ്ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പൊതുജനങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ ആലിമീങ്ങൾ മറുപടി പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ആ പ്രസ്ഥാനത്തിന്റെ വക്താക്കളുടെ ആശയങ്ങൾ പരിശോധിച്ചു. ആ ആശയങ്ങളാണ് മലയാളത്തിലും ഉറുദുവിലും ഞാനിവിടെ വായിച്ചത്. മലയാളം തന്നെ മതി, പിന്നെ അതിന്റെ അപ്പുറം അങ്ങനെ ഉണ്ടല്ലോ, അവർ 50 അവിടെ കുത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ചോദ്യകർത്താവ് ഉത്തരം ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം ഇങ്ങനെ വായിച്ച് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഉത്തരം ശ്രദ്ധിക്കണം ചോദ്യകർത്താവ്. ഉസ്താദ്, ഈ തബ്ലീഗുകാരിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നത് നല്ലതാണോ തെറ്റാണോ? പള്ളികൾക്കും മദ്രസകൾക്കും പല സംഭാവനകളും സ്വീകരിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ നിയമം എന്താണ്? ഓരോ ചോദ്യങ്ങളും തബ്ലീഗ് പിഴച്ചതാണെന്ന് വിളിച്ചറിയിക്കുന്നുണ്ട്. കാരണം അതിനെപ്പറ്റി ഒരൊറ്റ ചോദ്യം ഇവിടെ ഇല്ല എന്നത് ഈ സദസ്സ് അതിനെ അംഗീകരിച്ചതായി വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ഇനി തബ്ലീഗ് മുബത്തദിയാണെന്ന് അറിഞ്ഞും കൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പള്ളിക്ക് പിരിവരികയാണെങ്കിൽ മേടിക്കാൻ പറ്റും. അത് മേടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പള്ളിക്കിന് ആര് പിരിവ് വന്നാലും വാങ്ങാം, കാഫർ തന്നാലും വാങ്ങാം. ആ തരുന്ന മുതല് അത് ഐനുൽ ഹറാമാണെന്ന് അറിഞ്ഞാൽ അത് വാങ്ങരുത്. ഹറാമുമായി കൂടിക്കലർന്നതാണെന്ന് അറിഞ്ഞാൽ അത് വാങ്ങൽ കറാഹത്താണെന്നൊക്കെ ഫത്തുഹുൽ മഈനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു തബ്ലീഗുകാരനോ ഒരു മുജാഹിദുകാരനോ പള്ളിക്ക് പിരിവ് വന്നാൽ വാങ്ങാം, ഒരു കാഫിറായ ആൾ പോലും പള്ളിക്ക് പിരിവ് വന്നാൽ വാങ്ങാം, അതിന് പ്രശ്നമൊന്നുമില്ല. എൻ്റെ പേര് ഷക്കീർ ഹുസൈൻ. തബ്ലീഗുകാരോട് സലാം പറയാൻ പാടുണ്ടോ? ഇവിടെ തബ്ലീഗിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് അവർ മുബ്തദീകളാണ്. വഹാബികൾ അവർ മുബ്തദീകളാണ്. ജമാഅത്തുകാർ അവർ മുബ്തദീകളാണ്. മുബ്തദീകളോട് നമ്മൾ സമീപിക്കേണ്ട സമീപനം പൊതുവായി തബ്ലീഗിനും ബാധകമാണ്. മുബ്തദീകളോട് തുടരൽ ശരിയാകും, പക്ഷേ കറാഹത്താണ്, തുടർന്നാൽ ജമാഅത്ത് കിട്ടൂല. മുബ്തദീകളുമായി നമ്മൾ സജ്ർ എന്ന നിലക്ക് അവരോട് വിട്ടു നിൽക്കുക, അവരോട് വർജിച്ചു നിൽക്കുക എന്ന നിലക്ക് അവരോട് സലാം പറയാതിരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങൾ വരെ തസവുഫിന്റെ ഭാഷയിലും അല്ലാത്ത ഫുഖഹാക്കൾ ഫിഖ്ഹിന്റെ ഭാഷയിലും പറയുകയാണ്. എന്ത്? മുബ്തദീങ്ങളോട് അവരെ ഒറ്റപ്പെടുത്തുക എന്ന നിലക്ക്, അവരെ അകറ്റി നിർത്തുക എന്നതിന്റെ ഭാഗമായി അവരോട് സലാം പറയരുത്, സലാം പറയാതിരിക്കുകയാണ് വേണ്ടത്. ഞാൻ ഹമീദ്. എൻ്റെ ചോദ്യം, അഹ്ലു സ്വാലിഹാത്ത് ആവണമെങ്കിൽ 2 ഷർത്തുണ്ട്. ഒന്ന് ഇഖ്ലാസ് ഓടുകൂടി ചെയ്യുക, രണ്ടാമത് അത് ശറഹിയായിരിക്കുക എന്നുള്ളതാണ് ഷർത്ത്. ഈ ഷർത്ത് മൗലൂദിൽ പാലിക്കുന്നതോ സാധാരണ ഹൈറുൽ ഖുറൂനിൽ കർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഒന്ന് ഹൈറാക്കപ്പെട്ട കാലം മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവരുടെ സഹാബിമാരുടെയും കാലമാണ്. ഈ ലോകം പടച്ചതിൽ പോകാനുള്ളതിലും പടച്ചതിലും ഇപ്പോഴുള്ളതിലും ഏറ്റവും ഹൈറായ കാലം. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അതിനുശേഷം ഇന്നൊരു നൂറ്റാണ്ട്, അതിനുശേഷം ഇന്നൊരു നൂറ്റാണ്ട്, താബഈങ്ങളുടെയും മുത്താബഈങ്ങളുടെയും നൂറ്റാണ്ടുകൾ. അതിൽ ഈ 3 നൂറ്റാണ്ടുകളിൽ ഉള്ള നിയമങ്ങൾ മാത്രമാണോ ശറഹിയുള്ള നിയമങ്ങളായി അംഗീകരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ മൗലൂദ് ആ കാലഘട്ടത്തിൽ 400 കൊല്ലം മുമ്പേ രചിക്കപ്പെട്ട മൗലൂദ് 1100 കൊല്ലം മുമ്പേ മാത്രം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം 3 നൂറ്റാണ്ടുകൾക്ക് മാത്രം അംഗീകാരം നൽകുന്ന ശറഹിയായ നിയമത്തിൽ പെടുമോ? മുഹമ്മദ് ഗാസി മുഹമ്മദ്, കോഴിക്കോടിൽ ജനിച്ച ഗാസി മുഹമ്മദ് റളിയല്ലാഹു അൻഹു 4 നൂറ്റാണ്ട് മുമ്പാണ് ജനിച്ചത്. ഈ ഓറുണ്ടാക്കിയ ഈ ബൈത്ത്, ഈ മൗലൂദ് ശറഹിയായ നിയമത്തിൽ പെടുവോ എന്നുള്ള ഉസ്താദ് ഒന്ന് ക്ലിയർ ചെയ്തോ. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേരും നാട്ടിലെന്ന് പറഞ്ഞാൽ അല്ല, എൻ്റെ മൈക്കിൽ പറയും. എനിക്ക് പ്രസ്ഥാനമൊന്നും, ഞാൻ പേര് എന്റെ പേര് ഹമീദ് എന്നാണ്. നാട് തന്നെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം, വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അതാണ് അദ്ദേഹം ഓതിയ ഹദീസ്. കാലത്തിൽ ഏറ്റവും നല്ല കാലം, അല്ലെങ്കിൽ കാലക്കാരിൽ ഏറ്റവും നല്ല കാലക്കാർ എൻ്റെ കാലക്കാരാണ്, തൊട്ടടുത്തവരാണ്. ഉത്തമ 3 നൂറ്റാണ്ട് എന്ന് പറഞ്ഞവരുണ്ട്, 3 തലമുറ എന്ന് പറഞ്ഞവരുണ്ട്, 3 കാലം എന്ന് പറഞ്ഞവരുണ്ട്. എന്തായിക്കോട്ടെ, ആ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് അവരുടെ കാലത്തിൽ ഉണ്ടായതാവണ്ടേ ഇബാദത്ത്, എന്നാലല്ലേ സ്വീകാര്യമാകുള്ളൂ എന്നാണ് അദ്ദേഹം ചോദിച്ചത്.
അതിൽ മൗലൂദ് പെട്ടിട്ടുണ്ടോ? ഖാദി മുഹമ്മദ് രചിച്ച മുഹീദ്ദീൻ മാല അതിലില്ലല്ലോ.